നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുണ്യം നിറഞ്ഞ കാർത്തിക മാസം അഥവാ ദാമോദര മാസത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കാർത്തിക മാസത്തിൻ്റെ മഹത്വങ്ങൾ എന്തെല്ലാമാണ്, ഇനി ഈ ഒരു മാസം നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത്, അതുപോലെ തന്നെ ഭഗവാന്റെയും രാധാറാണിയുടെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഈ കാർത്തിക മാസത്തിൽ നമ്മൾ പാലിക്കേണ്ട 5 കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇവയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് കാർത്തിക മാസം അഥവാ ദാമോദര മാസം. കാർത്തിക മാസം എന്നാൽ അത് രാധാറാണിയുടെ മാസമാണ്. മാത്രമല്ല കാർത്തിക മാസത്തിന്റെ അധിപതി രാധാറാണിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാർത്തിക മാസം ഭഗവാന് ഇത്രയേറെ പ്രിയപ്പെട്ടതായതും. കാർത്തിക മാസമാണ് ഏറ്റവും പരിശുദ്ധമായ മാസമെന്ന് വേദങ്ങൾ പോലും പറയുന്നു. ഇത്തവണത്തെ കാർത്തിക മാസം വരുന്നത് 2025 ഒക്ടോബർ 7 തീയതി മുതൽ നവംബർ 5 തീയതി വരെയാണ്. ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കാർത്തിക മാസം ചാതുർമാസ്യ കാലത്തിന്റെ അവസാന മാസവുമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ കൂടുതലും നടന്നത് കാർത്തിക മാസത്തിലാണ്. രാധാദേവിയാണ് കാർത്തിക മാസത്തിന്റെ അധിപതി. രാധാദേവിയെ ആരാധിക്കുന്നവർ കൃഷ്ണപ്രീതിക്കും പാത്രമാകുന്നതാണ്. കാർത്തിക മാസത്തിൽ എത്ര ചെറിയ ഈശ്വര സേവനം നടത്തിയാലും അതിന്റെ 1000 മടങ്ങു ഫലം ഭഗവാൻ നൽകുന്നതാണ്. കൃഷ്ണ അവതാരത്തിലെ പ്രധാന ഭാഗമാണ് ദാമോദര ലീലയായി അറിയപ്പെടുന്നത്. ദാമം എന്നാൽ കയറെന്നും ഉദരം എന്നാൽ വയർ എന്ന അർത്ഥത്തിലുമാണ് ശ്രീകൃഷ്ണ ഭഗവാന് ദാമോദരൻ എന്ന പേര് വന്നത്. യശോദാദേവി കണ്ണനെ ഉരലിൽ കെട്ടിയിട്ടു. അതഴിക്കുവാൻ കഴിയാതെ കണ്ണൻ ഉരലുമായി മുമ്പോട്ട് നീങ്ങി 2 മരങ്ങളുടെ ഇടയിലൂടെ കടന്നുപോയപ്പോൾ ഉരൽ മരങ്ങളുടെ നടുവിൽ തടഞ്ഞു നിന്നു. കണ്ണൻ ഒന്നുകൂടെയും ശക്തിയോടെ മുമ്പോട്ട് നീങ്ങിയപ്പോൾ മരങ്ങൾ വേരോടുകൂടി പിഴുതു വീഴുകയും തൽസ്ഥാനത്ത് 2 ദേവന്മാർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കുബേരപുത്രന്മാരായ മണിഗ്രീവനും നള കുബേരനുമായിരുന്നു അവർ. നാരദമുനിയുടെ ശാപം നിമിത്തം മരമായി മാറിയ അവർക്ക് ദ്വാപരയുഗത്തിൽ മഹാവിഷ്ണു മോക്ഷം കൊടുക്കുമെന്ന് ശാപമുക്തിയും കൊടുത്തു. ശ്രീകൃഷ്ണന്റെ ഈ ലീലയാണ് ദാമോദര ലീലയായി അറിയപ്പെടുന്നത്. ഇങ്ങനെ അനേകം ലീലകൾ കൊണ്ട് വൃന്ദാവനത്തിൽ എല്ലാവരുടെയും മനസ്സിനെ ആനന്ദത്തിൽ ആറാടിച്ച ഉണ്ണികൃഷ്ണൻ സർവ്വ ചരാചരങ്ങളുടെയും സ്നേഹഭാജനമാണ്. പരിശുദ്ധമായ പ്രേമം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. ദാമോദര മാസത്തിന്റെ 30 ദിവസം ഭാഗവത കഥകൾ പാരായണം ചെയ്യുന്നതും ദാമോദരാഷ്ടകം ചൊല്ലുന്നതും അതീവ ശ്രേഷ്ഠമാണ്. ഇനി ഈ കാർത്തിക മാസത്തിന്റെ വളരെ വലിയൊരു പ്രാധാന്യം എന്താണെന്നാൽ ഈ കാർത്തിക മാസം മുഴുവനും, അതായത് 30 ദിവസവും രാധാകൃഷ്ണ രൂപത്തെയോ അല്ലെങ്കിൽ ഭഗവാന്റെ ദാമോദര രൂപത്തെയോ, ഇനി അതല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിനോ അല്ലെങ്കിൽ ഫോട്ടോയ്ക്കോ നെയ്വിളക്ക് കത്തിച്ച് മംഗള ആരതി ഒഴിയേണ്ടതാണ്. ഭഗവാന് ആരതി എടുക്കുന്നതിനോടൊപ്പം തന്നെ ദാമോദരാഷ്ടകം കൂടി ചൊല്ലിയാൽ അതിലൂടെ അഭിവൃദ്ധിയും സൽകീർത്തിയും സമ്പത്തും വന്നു ചേരുന്നതാണ്. മാത്രമല്ല കാർത്തിക മാസത്തിലെ വൈഷ്ണവ ആരാധന സർവ്വ പാപങ്ങളും നശിക്കുവാൻ ഉത്തമമാണ്. ഭഗവാൻ തന്നെ പറയുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മാസം കാർത്തിക മാസമാണെന്ന്. സസ്യങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയം തുളസിയും, മാസങ്ങളിൽ കാർത്തികയും, തീർത്ഥസ്ഥലങ്ങളിൽ ദ്വാരകയും, ദിവസങ്ങളിൽ ഏകാദശിയുമാണ് ഭഗവാന് പ്രിയപ്പെട്ടത്. ഇനി കാർത്തിക മാസത്തിൽ നെയ്വിളക്കുകൊണ്ട് ഭഗവാന് ആരതി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങൾക്ക് 4 തവണയാണ് ആരതി എടുക്കേണ്ടത്. പിന്നീട് 2 തവണ തിരുനാഭിക്കും, 3 തവണ തിരുമുഖത്തിനും, 7 തവണ ദാമോദരന് അല്ലെങ്കിൽ ഭഗവാന് മൊത്തമായും ആരതി എടുക്കുക. ഇനി ആരതി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ ദീപം കാണിക്കുമ്പോൾ ഘടികാര സൂചിയുടെ ദിശയിൽ വേണം ആരതി ഒഴിയേണ്ടത്. ഇനി മൺചിരാതുകൾ 1 തവണ ഉപയോഗിച്ചാൽ വീണ്ടും അത് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ മൺചിരാതിനു പകരം പിത്തളയുടെയോ ഓടിൻ്റെയോ ചെറിയ വിളക്കുകൾ വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഭഗവാന് നെയ്ദീപ ആരതി എടുക്കുന്നതിന് പിന്നിലും ഒരൈതിഹ്യമുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ വസിച്ചിരുന്ന ഒരു എലി വിശപ്പ് സഹിക്കാനാവാതെ ഭഗവാന്റെ മുൻപിലിരുന്ന നെയ്വിളക്കിലെ നെയ് കഴിക്കാനായി ശ്രമിക്കവേ നെയ് ദേഹത്തു വീഴുകയും അതിനോടൊപ്പം തന്നെ കത്തിക്കൊണ്ടിരുന്ന തിരി പല്ലിലുടക്കുകയും ചെയ്തു. ചൂട് സഹിക്കവയ്യാതെ തിരി വേർപെടുത്തുവാനായി എലി
ഭഗവാന്റെ വിഗ്രഹത്തിനു മുൻപിൽ വട്ടത്തിൽ ചാടുകയും തുടരെ തുടരെയുള്ള ചാട്ടത്തിനിടയിൽ തിരിയിൽ നിന്നും എലിയുടെ ശരീരത്തിലേക്ക് തീ പടരുകയും എലി ഭഗവാനു മുൻപിൽ മരിച്ചു വീഴുകയും ചെയ്തു. കാരുണ്യവാനായ ഭഗവാൻ എലിയുടെ ചാട്ടം അദ്ദേഹത്തിന് നെയ്വിളക്ക് കൊണ്ട് ചെയ്ത ആരതിയായി സ്വീകരിച്ച് എലിക്ക് മോക്ഷം നൽകിയ ഒരു കഥ സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാർത്തിക മാസം എല്ലാ മാസങ്ങളിലും വെച്ച് ശ്രേഷ്ഠവും പുണ്യങ്ങളിൽ വെച്ച് മഹാപുണ്യവും നൽകുന്നു. മാത്രമല്ല, കാർത്തിക മാസത്തിൽ ഒരു വിളക്ക് കത്തിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അനേകായിരം കോടി ജന്മങ്ങളുടെ പാപങ്ങൾ ഇല്ലാതാകുന്നതാണ്. ഇനി മന്ത്രങ്ങളില്ലെങ്കിലും പുണ്യകർമ്മങ്ങളില്ലെങ്കിലും ശുദ്ധിയില്ലെങ്കിലും കാർത്തിക മാസത്തിൽ ഒരാൾ വിളക്ക് അർപ്പിക്കുമ്പോൾ എല്ലാം പൂർണ്ണമാകുന്നതാണ്. സ്വന്തം കുടുംബത്തിലെ ആരെങ്കിലും കാർത്തിക മാസത്തിൽ കേശവ ഭഗവാന് ദീപം തെളിയിച്ച് പ്രസാദിപ്പിച്ചാൽ സുദർശന ചക്രം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭഗവാന്റെ കാരുണ്യത്താൽ എല്ലാവർക്കും മുക്തി ലഭിക്കുന്നതാണ്. ഇനി കാർത്തിക മാസത്തിൽ വീട്ടിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ വിളക്ക് അർപ്പിക്കുന്ന ഒരാൾക്ക് വിഷ്ണു ഭഗവാൻ മഹത്തായ ഫലം നൽകുന്നതാണ്. മാത്രമല്ല, ശ്രീകൃഷ്ണന് വിളക്കർപ്പിക്കുന്ന ഒരാൾ വളരെ മഹത്വമുള്ളവനും ഭാഗ്യവാനുമായി തീരുന്നു. ഇനി ഈ കാർത്തിക മാസം അഥവാ ദാമോദര മാസം മുഴുവനും കേശവന് വിളക്ക് അർപ്പിച്ചാൽ തീരാത്ത പാപങ്ങൾ 3 ലോകത്തും ഇല്ലെന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നു. മാത്രമല്ല, ഈ മാസത്തിൽ ഹരിഭഗവാന് സ്ഥിരമായി നെയ്വിളക്ക് അർപ്പിക്കുന്ന ഒരാൾ ഹരിയുടെ മഹത്തായ ആത്മീയ ലോകത്ത് വിരാജിക്കുമെന്ന് പത്മപുരാണം പറയുന്നു. എല്ലാ ദാനങ്ങളിലും വെച്ച് കാർത്തിക മാസത്തിൽ നെയ്വിളക്ക് ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. ഒരു സമ്മാനവും അതിന് തുല്യമാകില്ലെന്ന് നാരദ പുരാണം പോലും പറയുന്നു. ഇനി കാർത്തിക മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ ഒരു മാസം മുഴുവനും സൂര്യോദയത്തിനു മുൻപ് തന്നെയാണ് കുളിക്കേണ്ടത്. കുളിച്ച് വിളക്ക് കൊളുത്തി ലക്ഷ്മി നാരായണനെ ആരാധിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം വിഷ്ണു സഹസ്രനാമവും ചൊല്ലുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെ മംഗളകരമായ ഫലങ്ങൾ ലഭിക്കുകയും അതിനോടൊപ്പം ഏതാഗ്രഹവും ഭഗവാൻ നിറവേറ്റിത്തരുന്നതുമാണ്. ഇനി ഈ കാർത്തിക മാസത്തിൽ ശ്രീകൃഷ്ണ ഭക്തർ ചെയ്യേണ്ട 5 കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഭഗവാന് എല്ലാ ദിവസവും നെയ്വിളക്ക് സമർപ്പിക്കുക അല്ലെങ്കിൽ ആരതി ഒഴിയുക എന്നതാണ്. രണ്ടാമതായി, ഈ കാർത്തിക മാസം മുഴുവനും മുടങ്ങാതെ എല്ലാവരും ദാമോദരാഷ്ടകം ചൊല്ലേണ്ടതാണ്. മൂന്നാമതായി, നിങ്ങളുടെ എല്ലാ ഭക്തിപരമായ പ്രവർത്തനങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ്. അതായത്, നിങ്ങൾ ഇതുവരെയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുവാൻ ആരംഭിച്ചിട്ടില്ല എങ്കിൽ, അതായത് മാല ജപിക്കുവാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ അത് ആരംഭിക്കുവാൻ ഉത്തമമായ സമയമാണിത്. ഇനി അതല്ല, ഓൾറെഡി നിങ്ങൾ മാല ജപിക്കുന്നവരാണെങ്കിൽ ആ മാലയുടെ എണ്ണം വർദ്ധിപ്പിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ദിവസവും ഒരു മാലയാണ് നിങ്ങൾ ജപിക്കുന്നതെങ്കിൽ അത് 2ഓ 3ഓ ആക്കി വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇതുകൂടാതെ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയവ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ അത് പഠിക്കുവാൻ ആരംഭിക്കുവാനും ഉത്തമമായ സമയമാണിത്. ഇനി ഈ കാർത്തിക മാസത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ കൂടുതൽ തവണ ദർശനം ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളെക്കൊണ്ട് കഴിയും വിധത്തിൽ ഭഗവാന് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യുകയും ഭക്തരുമായി സത്സംഗങ്ങളിൽ ഏർപ്പെടുന്നതും നല്ലതാണ്. ഇനി നാലാമതായി, മധുരയിലെ വൃന്ദാവനത്തിലേക്ക് യാത്ര പോകുന്നതും നല്ലതാണ്. അവിടെ വൃന്ദാവന പരിക്രമവും ഗോവർദ്ധന പരിക്രമവും ചെയ്യാവുന്നതാണ്. എന്നാൽ എല്ലാവർക്കും വൃന്ദാവനത്തിൽ പോകുവാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് യൂട്യൂബിൽ വൃന്ദാവനത്തിൻ്റെ പല വീഡിയോസുമുണ്ട്. അത് കാണുകയും ഭക്തിപൂർവ്വം അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാവുന്നതുമാണ്. ഇനി അഞ്ചാമതായി, ഈ കാർത്തിക മാസത്തിൽ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ഭക്തരെയോ അയൽവാസികളെയോ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ക്ഷണിക്കുകയും എല്ലാവരും ഒത്തുചേർന്ന് ഭഗവാന്റെ കഥകൾ ശ്രവിക്കുകയോ അല്ലെങ്കിൽ ഭജന കീർത്തനങ്ങൾ നടത്തുകയും ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ വീട്ടിലേക്ക് വരുന്ന എല്ലാവരെയും കൊണ്ട് ഭഗവാന് നെയ്ദീപ ആരതി എടുപ്പിച്ചാൽ അതിലൂടെ 1000 മടങ്ങ് ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ്. കാർത്തിക മാസത്തിൽ സൂര്യോദയത്തിനു മുൻപുള്ള സ്നാനത്തിലൂടെ സകല പുണ്യ നദികളിലും സ്നാനം ചെയ്ത് പുണ്യഫലം ലഭിക്കുന്നതാണ്. ഇനി ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 തവണ ചൊല്ലിയാൽ 1000 മാല ജപിച്ച ഫലവും ലഭിക്കുന്നതാണ്. ഈ കാർത്തിക മാസത്തിൽ എല്ലാ ദിവസവും തുളസി പൂജ ചെയ്താൽ 1000 പശുക്കളെ ദാനം ചെയ്ത പുണ്യഫലം ലഭിക്കുന്നതാണ്. ഇനി ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതിലൂടെ 18 പുരാണങ്ങൾ പാരായണം ചെയ്ത ഫലവും ലഭിക്കുന്നതാണ്. ഇനി ഈ കാർത്തിക മാസത്തിൽ വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. കാർത്തിക മാസത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണരാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തേണ്ടതാണ്. വിളക്ക് കൊളുത്തിയതിനു ശേഷം ഭഗവാന്റെ തൃപ്പാദത്തിൽ ഒരു തുളസിക്കതിർ വെക്കേണ്ടതാണ്. ഇനി നെയ്വിളക്ക് കൊളുത്തി ഭഗവാന് ആരതി എന്നും എടുക്കേണ്ടതാണ്.
ഇനി മത്സ്യമാംസാദികൾ ഈ ഒരു മാസത്തിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. കാർത്തിക മാസത്തിൽ ഭഗവാൻ ജലത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ കാർത്തിക മാസം അവസാനിക്കുന്നതുവരെ മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഇനി 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിനു പകരം ഏതെങ്കിലും ഒരു നേരം ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നിത്യേന ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി കാർത്തിക മാസത്തിൽ തുളസി ദേവിയെ ആരാധിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ കാർത്തിക മാസത്തിൽ തുളസി നനയ്ക്കുന്നതും തുളസിത്തറയിൽ നെയ്ദീപം കൊളുത്തിവെക്കുന്നതിലൂടെയും നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. ഇനി ഈ ഒരു മാസത്തിൽ കഴിയുന്നത്ര ബ്രഹ്മചര്യം പാലിക്കുകയും സംസാരങ്ങൾ കുറയ്ക്കുകയും അതുപോലെ തന്നെ ആരോടും ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതിനെല്ലാം ഉപരി ഏതൊരു കാര്യത്തിലും സംയമനം പാലിക്കേണ്ടതുമാണ്. കാർത്തിക മാസത്തിന്റെ അധിപതി രാധാറാണി ആയതുകൊണ്ട് തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ രാധാറാണിയെയും പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം രാധാറാണിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കുകയുള്ളൂ. ഇനി കാർത്തിക മാസത്തിൽ നിത്യവും ഭഗവാന് നെയ്ദീപ ആരതി എടുക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഭഗവാന് ഒരു നിവേദ്യമെങ്കിലും സമർപ്പിക്കുന്നത് ഉത്തമമാണ്. മനഃശുദ്ധീകരണമാണ് കാർത്തിക മാസത്തിന്റെ ലക്ഷ്യം. ഇത് ചാതുർമാസ്യത്തിന്റെ മഹത്വം കൂടിയാണ്. കനത്ത പേമാരിയും കഷ്ടതകളും നിറഞ്ഞ മാസങ്ങളാണ് ചാതുർമാസ്യകാലം. സീതാന്വേഷണം പോലും ചാതുർമാസ്യത്തിന് ശേഷമാണ് നടന്നതെന്ന് വാൽമീകി രാമായണം പറയുന്നു. ലോകത്തെ പരിപാലിക്കുന്ന മഹാവിഷ്ണു ഈ 4 മാസക്കാലവും യോഗനിദ്രയിലാണ്. ഈ സമയം ഭൂമിയിൽ എല്ലാവരും പ്രാർത്ഥനയോടും വ്രതത്തോടും കഴിയേണ്ട ദിനങ്ങളാണ്. ആഷാഢം മുതൽ കാർത്തികം വരെയുള്ള ചാതുർമാസകാലങ്ങളിൽ ലോകപാലകനായ മഹാവിഷ്ണുവിനെയും ഭഗവാന്റെ അവതാര ലീലകളെയും ഭക്തിയോടെ ഭജിച്ചാൽ ഏത് ദുരിതകാലത്തെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. ദീപാവലി, ഗോവർദ്ധന പൂജ, ഗോപാഷ്ടമി, നരക ചതുർദശി തുടങ്ങിയവയെല്ലാം ഈ കാർത്തിക മാസത്തിലാണ് വരുന്നത്. പിതൃക്കൾ പോലും അനുഗ്രഹം ചൊരിയുന്ന പുണ്യമാസമാണിത്. മഹാദേവനും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന മാസമാണ് കാർത്തിക മാസം. ഭൂമിയിലെ സർവ്വചരാചരങ്ങൾ പോലും ഏതു കാരണത്താൽ ഭഗവത് സേവനം നടത്തിയാലും അവർക്കു പോലും അതിന്റെ ഫലം ഇരട്ടിയായി ലഭിക്കുന്നതാണ്. ഇതിനെല്ലാം ഉപരി കാർത്തിക മാസത്തിലെ വൈഷ്ണവ ആരാധന സർവ്വപാപങ്ങളും നശിക്കുവാൻ ഉത്തമമാണ്. മാഹാത്മ്യം വർണ്ണിക്കാനാവാത്ത ഈ ദാമോദര മാസത്തിൽ എല്ലാവരും ഭഗവാന് നെയ്ദീപ ആരതി എടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ദാമോദര ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.